ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഇന്ന് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ടേസ്റ്റി ആൻഡ് ഹെൽത്തി ആയിട്ടുള്ളൊരു പുഡിംഗ് എന്ന് പറയാം, വേണമെങ്കിൽ നമുക്കൊരു ഐസ്ക്രീം കാറ്റഗറിയിലും ഉൾപ്പെടുത്താൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണ്. ഇതിൻ്റെ പേര് ചോക്കോ ആപ്പിൾ ഡിലൈറ്റ്. അപ്പോൾ ഇതിന് ഭയങ്കര കുറച്ച് ഇൻഗ്രീഡിയൻസ് ആവശ്യമുള്ളൂ, നമുക്ക് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാനും പറ്റും. അപ്പോൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. സോ ഇതിൽ മെയിൻ നമ്മൾ യൂസ് ചെയ്യുന്നത് ആപ്പിളാണ്. ഞാനിവിടെ 2 ആപ്പിളാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് ആവശ്യം ചോക്ലേറ്റ് ആണ്. ഇത് ഡാർക്ക് ചോക്ലേറ്റ് ആണ്. ഇപ്പോൾ ഡാർക്ക് ചോക്ലേറ്റ് അധികം ഇഷ്ടമില്ലാത്തവരാണെങ്കിൽ മിൽക്ക് ചോക്ലേറ്റ് യൂസ് ചെയ്യാം. പക്ഷേ ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മധുരം കൂടി വരുമ്പോൾ ഡാർക്ക് എടുക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ചോക്ലേറ്റ്സിന് ഇപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ കോമ്പൗണ്ട് ചോക്ലേറ്റ് എടുക്കാം. ഞാൻ പക്ഷേ ഇതിപ്പോൾ എനിക്കത് ഗാലക്സിയുടെ ഒരു ചോക്ലേറ്റ് ഞാൻ എടുത്ത് മെൽറ്റ് ചെയ്തേക്കുന്നുണ്ട്. ഇത് നമുക്ക് ഡബിൾ ബോയിൽ ചെയ്ത് മെൽറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മൈക്രോവേവിൽ വെച്ച് ജസ്റ്റ് ഒന്ന് മെൽറ്റ് ചെയ്തെടുത്താൽ മതി. പിന്നെ ഡേറ്റ്സ് ആണ്. അപ്പം ഞാൻ എടുത്തേക്കുന്ന ഒരു 4 ഡേറ്റ്സ് എടുത്തിട്ടുണ്ട്. അതിൻ്റെ കുരു കളഞ്ഞ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഈ ഡേറ്റ്സിന് അത്യാവശ്യം കുറച്ച് മധുരമുണ്ട്. അപ്പോൾ അത് കാരണം ഞാൻ വേറെ മധുരത്തിന് വേണ്ടി ഒന്നും ആഡ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ മേപ്പിൾ സിറപ്പ് അല്ലെങ്കിൽ ഹണി വേണമെങ്കിൽ ആഡ് ചെയ്യാം. പക്ഷേ ഈ ഡേറ്റ്സിന് ഓൾറെഡി കുറച്ച് മധുരം ഉള്ളത് കാരണം പിന്നെ എനിക്ക് അധികം മധുരവും വേണ്ട. അതുകൊണ്ട് ഞാൻ വേറെ എക്സ്ട്രാ ഷുഗറിന് വേണ്ടി ഒന്നും ആഡ് ചെയ്യുന്നില്ല. പിന്നെ ഉള്ളത് കാഷ്യൂ നട്ട്സ് ആണ്. ഇത് അതിൻ്റെ മുകളിൽ നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ടും പിന്നെ കടിക്കാനായിട്ട് കുറച്ച് കിട്ടാൻ വേണ്ടിയിട്ട് എടുത്താണ്. പിന്നെ കുറച്ച് വാനില എസൻസ് വേണം. അപ്പോൾ തീർന്നു. ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇൻഗ്രീഡിയൻറ്റ് ലിസ്റ്റ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് ഇനി ചെയ്യാൻ പോകുന്നത്, കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ആപ്പിൾ നമ്മൾ വെള്ളത്തിൽ ബോയിൽ ചെയ്യാൻ പോകണം. നന്നായിട്ട് ബോയിൽ ചെയ്തിട്ട് അത് സ്ട്രെയിൻ ചെയ്തെടുത്ത് മാറ്റി വയ്ക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾ ബോയിൽ ചെയ്ത് വെച്ച ആപ്പിൾ ഇതിൻ്റെ അകത്തേക്ക് ഇട്ടു, നമ്മുടെ ഡേറ്റ്സ് ഇട്ടു, പിന്നെ ചോക്ലേറ്റ് ഇട്ടു. ബാക്കി കുറച്ച് ചോക്ലേറ്റ് ഉണ്ട് ഇതിൻ്റെ അകത്ത്. ബാക്കി ഞാൻ ആ ആപ്പിൾ കഷ്ണം കൂടി ഇതിൻ്റെ അകത്തിട്ട് നന്നായിട്ട് ചോക്ലേറ്റ് ഫുള്ള് എടുക്കാം. നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഒക്കെ ആഡ് ചെയ്തു. ഇനി നമുക്ക് വാനില എസൻസ് ആണ്. കുറച്ച് 2-3 ഡ്രോപ്സ് മാത്രം മതി. വാനില എസൻസ് ഒരു കുറച്ച് ഡ്രോപ്പ് ഇട്ടു. സോ ദാറ്റ്സ് ഇറ്റ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ നമുക്കിനി നന്നായിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. വന്നിട്ടുണ്ട്. ഇത് ഇനി നമുക്കൊരു ട്രേയിലേക്ക് മാറ്റാം. ഞാനിതിപ്പോൾ ഒരു അലുമിനിയം ട്രേയിലാണ് എടുത്തിട്ടുള്ളത്. ഇത് തിന്നായിട്ട് എടുത്തേക്കുന്നത്. സോ ഇതൊരു പുഡിംഗ് പോലെയാണ് പ്രിപ്പയർ ചെയ്തേക്കുന്നത്. ലാസ്റ്റ് നമുക്ക് കട്ട് ചെയ്തിട്ടുള്ള ഈ കാഷ്യൂ നട്ട്സ് റാൻഡമായിട്ട്, നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ വേണമെങ്കിൽ എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ്, ക്രാൻബെറി, റേസിൻസ്, അങ്ങനെ എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം കേട്ടോ, നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച്. അതൊക്കെ നല്ലതായിരിക്കും. നമ്മളിതൊരു ഫ്രീസ് ചെയ്യാനായിട്ട് ഒരു 2 to 3 hours ഫ്രീസറിൽ വെച്ചാൽ മതി. ഓക്കെ, നമ്മളുടെ സംഭവം ഫുൾ ഡെക്കറേറ്റ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നമുക്കിനി ഇത് ഫ്രീസ് ചെയ്യാനായിട്ട് ഫ്രീസറിലേക്ക് വെക്കാം. അപ്പോൾ അതാ നമ്മളുടെ ചോക്കോ ആപ്പിൾ ഡിലൈറ്റ് പുഡിംഗ് റെഡി ആയിട്ടുണ്ട്. നല്ല കട്ടിയിൽ സൂപ്പറായിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്കിനി അത് കട്ട് ചെയ്തിട്ട് സെർവ് ചെയ്യാം.